ാട്ടേക്ക് പോവുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്? ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിര ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അത് ഒട്ടുമിക്ക ബൂത്തുകളിലും അങ്ങനത്തെ സ്ഥിതിയാണോ, അതോ നഗരം വിട്ട് ഗ്രാമപ്രദേശങ്ങളിലാണോ കാണുന്നത് ഇങ്ങനെയുള്ള ക്യൂ? മഞ്ജുഷ, ഞാനുള്ളത് കണ്ണാടി പഞ്ചായത്തിലെ കടകുറിശി LPSലാണ്. ഇവിടെ ഈ ഗേറ്റ് ഇപ്പോൾ പോലീസ് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞു. പുറത്ത് ആളുകളുണ്ട്. ഒരുപക്ഷെ വോട്ട് ചെയ്ത് പോയവരൊക്കെ ആകാം, ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമാകാം. അവരൊക്കെ പുറത്തുണ്ട്. ഇനി പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തില്ല. അകത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഏതാണ്ട് 3:30 മണിയോടുകൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തന്നെ നൂറുകണക്കിന് സ്ത്രീകൾ ക്യൂവിലുണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഭാഗത്ത് അത്ര ക്യൂ നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിയുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തുള്ള ക്യൂവിനേക്കാൾ കുറച്ചുകൂടി പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ കടകുറിശി LPSൽ ഇപ്പോൾ 100-ലധികം പേർ ഇനിയും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. ഇവർക്കൊക്കെ ടോക്കൺ നൽകും. അതായത് ഈ 6 മണിക്ക് മുമ്പ് ഈ സ്കൂളിന്റെ പ്രമിസസിനുള്ളിൽ കടന്നു വന്നവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം. ഇനി ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്ത് വലിയ ക്യൂ ഉണ്ട്. ഇത് ഏറെ സമയമെടുക്കും. ഇത് അവിടെ എത്തി വോട്ട് ചെയ്ത ആളുകൾ തിരികെ പോകാൻ വലിയൊരു ക്യൂ ഇവിടെ ഉണ്ട്. ഏതാണ്ട് 70 പേരെങ്കിലും പുരുഷന്മാരുടെ ക്യൂവിൽ ഉണ്ടാകണം. ഏകദേശം ഒരു കണക്ക്. സ്ത്രീകളുടെ ഭാഗത്തും 10-50ഓളം പേർ ഇപ്പോഴും ക്യൂവിലുണ്ട്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് മടങ്ങാൻ, അല്ലെങ്കിൽ അവസാനത്തെ ആളും വോട്ട് ചെയ്ത് മടങ്ങുന്നതുവരെ ഇവിടെ ഇവർക്ക് ഈ അവസരം കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ ഇതൊരു ചുരുങ്ങിയത് ഒരു 8 മണിയെങ്കിലും ആകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം ഈ ആളുകളുടെ എണ്ണം മാത്രമല്ല, അത്ര അധികം വേഗക്കുറവാണ് ഇവിടുത്തെ പോളിംഗ് നടപടികൾക്ക്. വളരെ മന്ദഗതിയിലാണ് ഇവിടെ ആദ്യം മുതൽ വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് 2-3 മണിക്കൂറുകൾ ക്യൂ നിന്ന ആളുകളുണ്ട്. 2 മണിക്ക് വന്ന ആളുകൾ 4 മണിക്ക് പോയവരുണ്ട്. 3 മണിക്ക് വന്ന ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ വളരെ മന്ദഗതിയിലാണ് ഇവിടെ പോളിംഗ് നടക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബീപ് ശബ്ദം കേൾക്കാനൊക്കെ വലിയ കാലതാമസമുണ്ടെന്ന് ആളുകൾ, വോട്ടർമാർ പരാതിപ്പെടുന്നു. വളരെ നേരത്തെ വന്ന ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നു. കുട്ടികളും പ്രായമായവരുമൊക്കെ. നേരത്തെ നിരവധി സ്ത്രീകൾ നമ്മോട് അവരുടെ ബുദ്ധിമുട്ട് പറയുന്നതാണ്. അതായത് വീട്ടിലെ ആഹാരം വെക്കുന്ന കാര്യം തുടങ്ങി കുട്ടികൾ നോക്കുന്ന കാര്യമൊക്കെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നവരാണ്. പലർക്കും മണിക്കൂറുകൾ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. കടകുറിശി സ്കൂളിൽ ഇത് ആദ്യ അനുഭവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിനും ഇത്രയധികം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയധികം വൈകൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വോട്ടർമാർ പറയുന്നത്. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവേശം, അത് വലിയ തരത്തിലുള്ള പ്രചരണം നടന്ന തെരഞ്ഞെടുപ്പാണ്. 3 മുന്നണികളും തങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. ഓരോ വോട്ടർമാരിലേക്ക് നേരിട്ടെത്താൻ സ്ഥാനാർത്ഥികൾ ശ്രമിച്ചതാണ്. അത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഇപ്പോഴും 6 മണി കഴിഞ്ഞിട്ടും അനുവദനീയമായ സമയം അവസാനിച്ചിട്ടും ഇവിടെ ഇത് ഒരുപക്ഷെ ഇവിടുത്തെ മാത്രം കാര്യമായിരിക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 6:05 ഒരു പോളിംഗ് ശതമാനത്തിന്റെ അപ്ഡേഷൻ കൂടി വന്നിരിക്കുന്നു. 67.27% പോളിംഗ് ശതമാനം ഈ സമയത്ത് മാറുന്നു. ഇനിയും ഇത് ഉയരുമെന്ന് ഉറപ്പാണ്. 75ലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. 1,94,706 വോട്ടർമാരാണ് ആകെ പാലക്കാട് മണ്ഡലത്തിലുള്ളത്. അതിൽ 1,30,992 പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 67.27% പുരുഷന്മാർ, അതായത് 63,515 പേർ. സ്ത്രീകൾ 67,473 പേർ, 67.27%. അതായത് തുല്യമായി സ്ത്രീകളുടെയും പുരുഷന്മാരും തുല്യമായാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയൊക്കെ 2% കുറവായിരുന്നു സ്ത്രീകളുടെ എണ്ണം. പക്ഷേ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഏതാണ്ട് ഒരേ നമ്പർ ആയിരിക്കുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. കുട്ടികളുമായി വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികളൊക്കെ കുറേ സമയമായി ഇവിടെ കാത്തിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ വന്നതാണോ? ചെയ്തോ? ആര് ചെയ്യും? അമ്മയും അച്ഛനും. എപ്പോഴും വന്നേ? ഞങ്ങള് അപ്പളേ വന്നു. എപ്പോഴേ? സമയം പറ. 5 മണിക്ക്. 5 മണിക്ക് വന്നോ? മോളെത്ര മണിക്ക് വന്നേ? 5 മണിക്ക്. 5 മണിക്ക്. അതായത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള, നമുക്ക് നേരത്തെ തന്നെ കണ്ടതാണ്, കുട്ടികളെ കൊണ്ട് വരുന്നവരാണ്. അവരൊക്കെ ഇപ്പോഴും ഈ അമ്മയും അച്ഛനും ഒക്കെ ക്യൂവിൽ നിൽക്കുമ്പോൾ സ്വയം കുട്ടികൾ പുറത്ത് കാത്തിരിക്കുന്നു. വളരെ പ്രായമായ ആളുകളുണ്ട്. നമ്മൾ കണ്ടതാണ്. മുട്ടുവേദന കാരണം നിൽക്കാൻ വയ്യാതെ ഇരുന്ന പ്രായമായ കുറെ അമ്മമാരെ നമ്മൾ കണ്ടതാണ്. അവരുടെ വേദനകൾ നമ്മൾ കേട്ടതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ്, വലിയ തരത്തിൽ എല്ലാ ആവേശവും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ എന്ത് ത്യാഗം സഹിച്ചും വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. വളരെ സാവധാനമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നത് എന്ന്, അത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലല്ലേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിന് ഏറെ സമയം വേണ്ടി വന്നു പോളിംഗ് ബൂത്തിനുള്ളിൽ. അത് പല കാരണങ്ങളും അക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദ്യം ഇക്കാര്യം പറഞ്ഞ
പറഞ്ഞത് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ്. അദ്ദേഹം 8:30 മണിക്ക് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുണ്ട്, അത് ചില ബൂത്തുകളിൽ നേരിട്ട് കണ്ടു, അതിനാൽ തന്നെ ഇത് വരണാധികാരിയെ അറിയിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ഉച്ചയോടെ അദ്ദേഹം പറയുകയാണ്. ഉച്ച സമയത്ത് നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ 50% വന്നിട്ടില്ലായിരുന്നു പോളിംഗ്. പക്ഷേ പൊടുന്നനെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഇത്രയും വർധനവുണ്ടായത്. എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്ക് ശേഷം പെട്ടെന്ന് വർധനവുണ്ടാവുകയാണ് ചെയ്തത്. അതുവരെ 50%, അവിടെ നിന്നാണല്ലോ ഈ 16%, ഇപ്പോൾ 17% വർധനവ് അവസാന 2.25 മണിക്കൂറിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം കൂടി ശരിയാണല്ലോ, ഉച്ചതിരിഞ്ഞ് കൂടുതൽ ആളുകൾ വന്നിട്ടുമുണ്ട്. ഇന്ന് കാലാവസ്ഥ അനുകൂലമായിരുന്നു, അതുകൊണ്ട് പതിവായിട്ട് വേനൽക്കാലത്ത് പോളിംഗ് നടക്കുന്നതിനാൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്യാൻ വരുമായിരുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ നല്ലതായിരുന്നു, അതിനാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ധാരാളം ആളുകൾ വരുന്ന കാഴ്ചയല്ലേ കണ്ടത്. അതോടൊപ്പം ഈ സമയം കൂടുതൽ എടുത്തത് കൊണ്ട് അപ്പോൾ തന്നെ ക്യൂവിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും നീണ്ടുപോയത്. 8 മണി വരെ എന്തായാലും ഉണ്ടാവും. അരുൺ പറയുന്നുണ്ട് 100ഓളം പേർ ഉണ്ടെന്ന്. 1 മണിക്കൂറിൽ പരമാവധി 70-80 പേര് വോട്ട് ചെയ്താൽ പോലും സമയം ഇനിയും നീളും. 8 മണിയെങ്കിലും ആവും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ. അരുൺ നിൽക്കുന്ന ബൂത്തിൽ മാത്രമല്ല ഇത്, മറ്റ് പലയിടങ്ങളിൽ നിന്നും ഇത്തരം റിപ്പോർട്ടുകൾ വരികയാണ്. ബൂത്തുകളിൽ നീണ്ട ക്യൂ, ഗേറ്റ് അടച്ചതിന് ശേഷവും ആളുകൾ ക്യൂവിലുണ്ട്. അവർക്ക് ടോക്കൺ നൽകിയിരിക്കുകയാണ്. ഇനി ആരെയും അകത്തേക്ക് കയറ്റി വിടുകയില്ല. പാലക്കാട് വളരെയധികം ആവേശമാണ് പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ കണ്ടത്. അവിടെ പോളിംഗ് മന്ദഗതിയിൽ ഇടയ്ക്കായതിന് കാരണം പോളിംഗിന് കൂടുതൽ സമയമെടുക്കുന്നു എന്നത് തന്നെയായിരുന്നു. അത് വ്യക്തമാണ്. 6 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ്. അത് ഓരോ ഇടത്തു നിന്നും കാണാം. അരുൺ ഇപ്പോൾ നിൽക്കുന്നത് ഏത് പഞ്ചായത്തിൽപ്പെട്ട ബൂത്തിലാണ്? മനുഷ്യ കണ്ണാടി പഞ്ചായത്തിലാണ്. കണ്ണാടി പഞ്ചായത്ത് രാവിലെ മുതൽ നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് രാവിലെ 6 മണിയോടുകൂടി തന്നെ പല ബൂത്തുകൾക്ക് മുന്നിലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങി. ആദ്യം നമ്മൾ പോയത് മണപ്പുള്ളി 2 ലൈൻ പബ്ലിക് സ്കൂളിലാണ്. അവിടെയാണ് LDF സ്ഥാനാർത്ഥി P സരിൻ വോട്ട് ചെയ്യേണ്ടത്. അവിടെ വോട്ടിംഗ് ആരംഭിച്ചത് 7:30-ക്കാണ്. സരിൻ അങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോയി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് വന്നാണ് വോട്ട് ചെയ്തത്. സരിനും ഭാര്യ സൗമ്യയും ഒക്കെ. അപ്പോൾ തന്നെ അവിടെ അത്തരത്തിലൊരു തടസ്സമുണ്ടായിരുന്നു. അവിടെ ഈ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതാണ്. VVPAT മെഷീൻ പണിമുടക്കിയതാണ് അവിടെ പ്രശ്നമുണ്ടായത്. പിന്നീട് പിരായിരി പഞ്ചായത്തിൽ നമ്മൾ കണ്ടതാണ്. പല തവണ മണിക്കൂറുകളോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പിരായിരി പഞ്ചായത്തിൽ ഇപ്പോഴും അവിടെ ആ ബൂത്തിലും ആളുകളുടെ ക്യൂ ഉണ്ട്. അവിടെ ഇപ്പോഴും വോട്ടിംഗ് തുടരുകയാണ്. അങ്ങനെ പലയിടത്തും ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് മാത്രമല്ല, തകരാറിലാകാതെ തന്നെ ഈ വളരെ മന്ദഗതി, നമ്മുടെ ഉച്ചയ്ക്ക് ചില ആളുകൾ തണ്ണീർപ്പന്തലിലൊക്കെ ചില ആളുകൾ സംസാരിച്ച് മഞ്ജുഷും കൂടെ കേട്ടതാണല്ലോ. അത്തരത്തിലുള്ള വലിയ മന്ദഗതിയിലുള്ള പോളിംഗ് പലയിടത്തുമുണ്ട്, പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് മെഷീന്റെ ബീപ്പ് ശബ്ദം കേൾക്കാൻ വൈകുന്നത്, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ്, അങ്ങനെ പല കാരണങ്ങൾ പലതാണ്. എന്ത് തന്നെയായാലും ഇപ്പോഴും ഈ ആളുകൾ ക്യൂ നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചേലക്കരയിൽ കണ്ടത്. ചേലക്കര ഒരു ബൂത്തിൽ മാത്രമാണ് അങ്ങനെ വലിയ ഒരു 6 മണി 7 മണിക്ക് ശേഷവും പോളിംഗ് നടന്നത്. പക്ഷേ പാലക്കാട് അതല്ല അവസ്ഥ. പാലക്കാട് ഇനിയും എത്ര സമയം ക്യൂ നിന്നു? 3 മണിക്കൂർ നിന്നോ? ജോലിക്കൊക്കെ പോയിട്ട് വന്നതാണോ? 4 മണിക്ക് വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ജോലിക്ക് പോയിട്ട് വന്നു. എന്താ അകത്ത് വലിയ സ്ലോയിലാണ് കാര്യങ്ങൾ പോകുന്നത് വോട്ട് ചെയ്യുമ്പോൾ? അല്ല, പോകുന്നുണ്ട്. ഇപ്പൊ നല്ല സ്പീഡ് പോകുന്നുണ്ട്.